രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഞാൻ വീഴുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു. വാർത്താ സമ്മേളനത്തിൽ നിന്ന് VC ഇറങ്ങിപ്പോയത് നിങ്ങളുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് VC മോഹനൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോയത്. ചോദ്യങ്ങൾ വളരെ ന്യായമാണ്, കൃത്യവുമായിരുന്നു. അധികാരമുണ്ടോ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ? വിശദീകരണം പോലും തേടാതെ എന്തിനാണ് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതെന്ന ചോദ്യത്തിന് മറുപടിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ന്യായീകരണം മാത്രം. ഷീജ ഒരിക്കൽ കൂടി ചേർന്നു. ഷീജ ഇപ്പോൾ പറഞ്ഞതാണ്, കേട്ടതാണ് VC പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു, അതുകൊണ്ട് എനിക്ക് മറുപടി പറയാനില്ല, ഞാൻ പോകുന്നു. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം വിളിപ്പിച്ചു, അദ്ദേഹം തന്നെ ഇറങ്ങിപ്പോകുന്നു. ഷീജ, അതായത് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിപ്പിച്ചത് തന്നെ വളരെ കൗതുകകരമായ രീതിയിലാണ് സിജു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ അദ്ദേഹം ഇവിടെ സർവകലാശാലയിൽ എത്തുന്നു. അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളുടെ ഫയലുകൾ പെൻഡിംഗ് ആണ്. അദ്ദേഹം അതിന്റെ കണക്കുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ആ വിഷയം സത്യമാണ് എന്നുള്ളത് സമ്മതിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഫയലുകളൊക്കെ ഒപ്പിട്ടു, ഒരു യോഗത്തിൽ ഓൺലൈനായും പങ്കെടുത്തു. അപ്പോഴെല്ലാം നമ്മൾ മാധ്യമപ്രവർത്തകർ ഇവിടെ ഈ സർവകലാശാല ആസ്ഥാനത്ത് കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുന്നതിന് വേണ്ടി. അതിനിടയിലാണ് പൊടുന്നനെ ഒരു ചാനലിൽ നിന്ന്, ഒരു മാധ്യമത്തിൽ നിന്ന് രണ്ടുപേരെ വീതം വേഗം അകത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം വരുന്നത്. അല്ലാതെ വാർത്താ സമ്മേളനം ഉണ്ടെന്നോ അങ്ങനെയുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പും തന്നിട്ടില്ല. അങ്ങനെ അകത്തേക്ക് വിളിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അതാണ് അദ്ദേഹം ഇന്ന് സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം പ്രകോപത്തിനായി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ RSSന്റെ ഭാരതാംബ ചിത്രം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ചതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും താങ്കൾക്ക് തോന്നുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇടയ്ക്കായി ഇവിടെ തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തുകയുണ്ടായി. യൂണിവേഴ്സിറ്റി കോളേജിൽ കയറി ചെന്നാൽ കാണാൻ സാധിക്കുന്നത് ചെഗുവരയുടെ ചിത്രമാണ് എന്ന തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ചെഗുവരയുടെ ചിത്രം അവിടെ ഉണ്ടെങ്കിൽ അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കുമ്പോൾ ചെഗുവരയെ കുറിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് അഡ്മിഷൻ നടക്കുന്നിടത്ത് വെക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, അങ്ങനെയെങ്കിൽ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തല്ലേ RSS പ്രചരണത്തിന് ഉപയോഗിക്കുന്ന RSSന്റെ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചത്, അതിൽ തെറ്റൊന്നുമില്ല എന്നാണോ താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം പൂർണ്ണമായും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഒരു VC എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ എന്നൊരു ശരീരഭാഷയിൽ തന്നെയായിരുന്നു ഇന്നിപ്പോൾ VC മോഹനൻ കുന്നുമ്മൽ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ഏറ്റവും ഒടുവിൽ പ്രകോപിതനായി ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇദ്ദേഹം അവധിയിൽ പോയ സമയത്ത് സിസ തോമസിന് ചുമതല നൽകി. സിസ തോമസ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഗവർണർക്ക് നൽകുകയുണ്ടായി. പക്ഷേ ഗവർണർ അതിൽ ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും ക്രമവിരുദ്ധമായി നടന്നിട്ടുണ്ടെങ്കിൽ ഗവർണർ തന്നെ അത്തരത്തിൽ തുടർ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. താൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കുക, അതിനപ്പുറത്തേക്ക് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്നിപ്പോൾ VC ഈ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല സിജു.